നമസ്കാരം, ഋഷിപ്രോക്തം ചാനലിലെ ഇന്നത്തെ വീഡിയോയിലേക്ക് ഏവർക്കും ഹൃദ്യമായ സ്വാഗതം. ഓരോ മാസത്തെയും നക്ഷത്രഫലം പറയുമ്പോൾ പ്രധാനപ്പെട്ട ഒരു വിഷയം സംക്രമഫലം തന്നെയാണ്. ആ സംക്രമഫലത്തെ സാധാരണയായി ആരും പറയാറില്ല. പ്രത്യേകിച്ച് ഇന്ന് നമുക്ക് ആ സംക്രമഫലം എന്തൊക്കെയാണ് എന്ന് നോക്കാം. ഓരോ നക്ഷത്രക്കാർക്കും പ്രത്യേകമാണ് സംക്രമഫലം വരുന്നത്. അത് നമുക്കൊന്ന് നോക്കാം. അശ്വതിക്ക് അർത്ഥനാശമാണ്, ഭരണിക്ക് മരണദോഷമാണ്, കാർത്തികയ്ക്ക് രോഗവും രോഹിണിക്ക് ലാഭവുമാണ് പറഞ്ഞിട്ടുള്ളത്. മകയിരത്തിന് അധ്വാനവും, തിരുവാതിരയ്ക്ക് ബന്ധനവും, പുണർദത്തിന് ധനലാഭവും, പൂയത്തിന് ഐശ്വര്യവും, ആയില്യത്തിന് അർത്ഥലാഭവും, മകത്തിന് ധനലാഭവും, പൂരത്തിന് ഐശ്വര്യവും, ഉത്രത്തിന് അർത്ഥനാശവും, അത്തത്തിന് അപകടങ്ങളും, ചിത്തിരയ്ക്ക് രോഗവും, ചോതിക്ക് ലാഭവും, വിശാഖത്തിന് അധ്വാനവും, അനിഴത്തിന് ബന്ധനവും, തൃക്കേട്ടയ്ക്ക് ധനലാഭവും, മൂലത്തിന് ഐശ്വര്യവും, പൂരാടത്തിന് അർത്ഥനാശവും, ഉത്രാടത്തിന് അപമൃത്യുവും, തിരുവോണത്തിന് രോഗവും, അവിട്ടത്തിന് ലാഭവും, ചതയത്തിന് അധ്വാനവും, പൂരുട്ടാതിക്ക് ബന്ധനവും, ഉത്രിട്ടാതിക്ക് ധനലാഭവും, രേവതിക്ക് ഐശ്വര്യവുമാണ് ഇടവ സംക്രമ ഫലമായി പറയേണ്ടത്. ഇനി നമുക്ക് സൂര്യസംക്രമ ഫലത്തെ കൂടി ഓരോ രാശിക്കാരുടെയും ഫലത്തെ ഒന്ന് പരിശോധിക്കാം. മേടക്കൂറുകാർക്ക് കലഹമാണ്, ഇടവക്കൂറുകാർക്ക് രാജസമ്മാനവും, മിഥുനക്കൂറുകാർക്ക് സുഖഹാനിയും, കർക്കിടകക്കൂറുകാർക്ക് പുഷ്ടിയും, ചിങ്ങക്കൂറുകാർക്ക് മൃതിയും, കന്നിക്കൂറുകാർക്ക് ജയവും, തുലാക്കൂറുകാർക്ക് ശത്രുനാശവും, വൃശ്യക്കൂറുകാർക്ക് ശ്രീകരവും, ധനുക്കൂറുകാർക്ക് പ്രാണഭയവും, മകരക്കൂറുകാർക്ക് രാജപൂജയും, കുംഭക്കൂറുകാർക്ക് ധനലാഭവും, മീനക്കൂറുകാർക്ക് അർത്ഥനാശവുമാണ് സൂര്യസംക്രമ ഫലമായി ഇടവത്തിലേത് പറയാനുള്ളത്. ഈ ദോഷങ്ങളൊക്കെ ഉള്ള നക്ഷത്രക്കാര്, രാശിക്കാരൊക്കെ പ്രത്യേകം നിർബന്ധമായിട്ടും ക്ഷേത്ര ദർശനം നടത്തുക. ഈ ഫലങ്ങൾ മാത്രമല്ല, മറ്റ് സമ്പൂർണമായിട്ടുള്ള ഗ്രഹങ്ങളുടെയൊക്കെ സ്ഥിതി മൂലമുള്ള ഫലങ്ങളും ജാതകാലുള്ള ദശാപഹാര കാലങ്ങളും ഒക്കെ അടിസ്ഥാനമാക്കി കൂടിയാണ് ഒരു വ്യക്തിയുടെ പൂർണ്ണമായിട്ടുള്ള ഫലങ്ങളെ പറയേണ്ടത്. എല്ലാം കൂട്ടിച്ചേർത്ത് വായിച്ചാൽ മാത്രമേ പൂർണ്ണ ഫലത്തെ കിട്ടുകയുള്ളൂ. ആ ഒരു കാഴ്ചപ്പാടോടുകൂടി വേണം ഈ ഒരു ഫലം പറഞ്ഞതിനെ കേൾക്കുവാൻ. നിങ്ങളുടെ അറിവിലേക്കായി പറഞ്ഞു എന്ന് മാത്രം. വീഡിയോ ഇഷ്ടപ്പെട്ടുവെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായം കമന്റായിട്ട് അറിയിക്കുക. അടുത്ത ദിവസം നമുക്ക് മറ്റ് നല്ലൊരു വിഷയവുമായി വീണ്ടും കാണാം. നന്ദി, നമസ്കാരം, ശുഭദിനം.